യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുൾ ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഭാഗം എഴുതുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആഴത്തിന്മീതെ ഇരുളുണ്ടായി, ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വെളിച്ചമുണ്ടായി എന്ന് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൗലോസ് ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വാക്യം എഴുതുന്നത്. അവിടെ പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. അപ്പോൾ വെളിച്ചം ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കണം എന്ന് അരുൾ ചെയ്ത എന്ന് പൗലോസ് എഴുതുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കൽപ്പിച്ച ദൈവം. അപ്പോൾ ദൈവം അങ്ങനെ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. വേദപുസ്തകത്തിലെ ആദ്യത്തെ കൽപ്പനയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന. അവിടെ പറയുന്നു അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്, നമ്മെ അനുഗ്രഹിക്കുന്നതാണ്, നമ്മെ സഹായിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതാണ്, നമ്മെ സൗഖ്യമാക്കുന്നതാണ്, നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, യേശുക്രിസ്തു ഒരു വാക്ക് നമ്മെക്കുറിച്ച് കൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തെ മാറാത്തത് ഒന്നുമില്ല. നമ്മെ വേട്ടയാടുന്ന സകല പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ കർത്താവിൻ്റെ ഒരു വാക്കിന് കഴിയും. പക്ഷേ പൗലോസ് ആ വാക്യം ഉദ്ധരിച്ചിട്ട് താഴോട്ട് പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവിൻ്റെ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം, ഭൗമികമായ വെളിച്ചം ഉണ്ടാക്കിയ ദൈവം, പുതിയ നിയമത്തിൽ ആ യേശുക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ വ്യക്തിയായിത്തീരുന്നത്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ ഒരു പുതിയ മനുഷ്യനായി ഞാനും നിങ്ങളും മാറുന്നത്. അപ്പോൾ പൗലോസ് പറയാണ്, ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. ഏതാണ് ആ വെളിച്ചം? യേശുക്രിസ്തു എന്ന വെളിച്ചം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി മാറും, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായിത്തീരും. യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ്.